കർഷക കോൺഗ്രസ് ചുനക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുക, കർഷക വിള ഇൻഷുറൻസ് ഉടൻ വിതരണം ചെയ്യുക, വിളനാശം വരുത്തുന്ന പന്നികളെ പിടികൂടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ചുനക്കര കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പടിക്കൽ നടന്ന കർഷക കൂട്ടധർണ കർഷക കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ മുഞ്ഞനാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർ അഡ്വാൻസായി ബാങ്കുകൾ നൽകിയ പണം സംസ്ഥാന സർക്കാർ പലിശ സഹിതം നൽകാത്തതുകൊണ്ട് ഇപ്പോൾ ഒറ്റ ബാങ്കുകാരും പ്രിയമുള്ളവരെ ഈ PRS റസീറ്റ് വഴിയുള്ള പണം അഡ്വാൻസായി കർഷകർ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ എന്ത് ഇരട്ടടിയാണ് ഈ കർഷകരോട് ഈ CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റും പഞ്ചായത്തുകളും കാണിക്കുന്നത് എന്ന് തുറന്നു പറയുവാനാണ് ഞാൻ ഉദാഹരണം ഇവിടെ കാണിച്ചത്. പ്രിയമുള്ളവരെ, എത്രയോ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. ആലപ്പുഴ ജില്ലയിൽ ഒന്നല്ല രണ്ടല്ല 3 കർഷകർ എന്നേക്കുമായി തങ്ങളുടെ കൃഷിവൃത്തിയും തങ്ങളുടെ ജീവനും അവസാനിപ്പിച്ചുകൊണ്ട് രക്തസാക്ഷികളായി അവരെ രക്തസാക്ഷിയാക്കിയത് മറ്റാരുമല്ല, ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഘടകാര്യ സമൂലം രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന കർഷകരുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൂടി വരുന്നു. പാലക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ, കുട്ടനാട് അടക്കമുള്ള ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ കർഷകർ വീണ്ടും ആത്മഹത്യയുടെ വക്കിലേക്ക് ആത്മഹത്യ മുൻപിലെത്തി നിർത്തുന്നു. കടം കാരണം ഇവിടെ പരിഹരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നുണ്ടോ? ഇതിനൊക്കെ പഞ്ചായത്ത് കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കുവാൻ കേരളത്തിലെ മുഴുവൻ വേണ്ട ചുനക്കര പഞ്ചായത്ത് അതിർത്തിയിലുള്ള ചുനക്കര കൃഷിഭവന്റെ അതിർത്തിയിലുള്ള പാവപ്പെട്ട നെൽകർഷകരുടെ പണം നൽകുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വലിയ ഭൂരിപക്ഷമുള്ള ഈ പഞ്ചായത്ത് കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കുവാൻ നാളെ തയ്യാറായിട്ടുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM സുഹൃത്തുക്കളെ, നിങ്ങൾ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് ആലോചിക്കണം. ഈ ചുനക്കര പ്രദേശത്തെ കേരളക്കരയെ എണ്ണം കൂടുന്ന കർഷകരുടെ അന്നം മുടക്കുന്ന പണിയുമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പൊ വേദിക്കാതെ കണ്ടില്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചുനക്കര പഞ്ചായത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ സഹാക്കന്മാർ ഭരിക്കുന്ന ഇവിടെ കാർഷിക കർമ്മസേന രൂപീകരിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയണം. അവിടെ വന്ന് ഇവിടുത്തെ ന്യായമായ കർഷകരുടെ പ്രാതിനിധ്യമില്ലാതെ, കർഷകരെ ചെയ്യാമെന്ന നോട്ടീസ് കൊടുക്കാതെ തട്ടിക്കൂട്ടിയ സംഘമായി, തട്ടിപ്പു സംഘമായി ഈ കാർഷിക കർമ്മസേന മാറിയതിന്റെ ഫലമല്ലേ ഞാനിവിടെ വന്നിറങ്ങിയപ്പോ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഉദാഹരണം. എന്റെ വിപണിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഷെഡ് 8 ലക്ഷം രൂപ മുടക്കിയില്ലേ? വിപണിക്ക് വേണ്ടി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് വാങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഗ്രാമപഞ്ചായത്ത്, ഈ വിപണി ന്യായമായി നടത്താൻ ഉത്തരവാദിത്തമുള്ള പഞ്ചായത്ത് ഈ കാർഷിക കർമ്മസേനയുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? പ്രിയമുള്ളവരെ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൽ, ബ്ലോക്ക് പ്രസിഡന്റ് G ഹരിപ്രകാശ്, നൂർനാട് അജയൻ, നോവൽ രാജ്, നൂർനാട് വിജയൻപിള്ള, ഷഫീഖ് താമരക്കുളം, ജബ്ബാർ, മന്മഥൻ, ഹരികുമാർ, രാധാകൃഷ്ണപിള്ള, PM രവി, വർഗീസ് മത്തായി, ദേവരാജൻ എന്നിവർ സംസാരിച്ചു. സപ്ലൈകോ വഴി ശേഖരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുക, കർഷക വിള ഇൻഷുറൻസ് ഉടൻ വിതരണം ചെയ്യുക, വിളനാശം വരുത്തുന്ന പന്നികളെ പിടികൂടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. CDNet ന്യൂസ്, ചാരിമൂട്.